നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാരോടും ചോദിച്ചു നോക്ക്, തള്ള ഇല്ലാത്ത ഒരുത്തി വിളക്കെടുക്കുന്നതിലേ ഇവിടെ ആർക്കെങ്കിലും സമ്മതം ഉണ്ടോ? ഒന്ന് ചോദിച്ചോക്ക്. പറ്റൂലെന്ന് പറഞ്ഞ പറ്റൂല. അമ്മയോട് കൂടെ നിൽക്കുന്ന ഒരുപാട് പെൺപിള്ളേർ ഇവിടെ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും വിളക്കെടുത്തോളൂ. അതെ, അമ്മ ഇല്ലാത്തവൾ അങ്ങ് മാറി നിന്നാ മതി. എന്റെ മോൾക്ക് അമ്മയില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനാ അവളുടെ അമ്മ. അയ്യോ, അതേത് കണക്കില്? ഏത് കണക്കിലാ വേണ്ടത് പറ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥമേ ഞങ്ങൾ ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രസവിച്ചവളുടെ പേര് അമ്മ, അല്ലാതെ തെണ്ടി കേറി വന്നവളുടെ അല്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനുത്തരം ഉണ്ടെങ്കിൽ ഈ ചടങ്ങിൽ നിന്നും നിത്യമോളെ ഞാൻ മാറ്റി നിർത്താം. ഭാരത സ്ത്രീയുടെ പര്യായം ആരാ? സീതാദേവിയല്ലേ? സീതാദേവിയുടെ അമ്മ ആരാ? നളിനിക്ക് അതറിയോ? ഓ, നളിനിയുടെ അറിവിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്കിൽ കേട്ടോ, സീതാദേവിയുടെ അച്ഛനമ്മമാർ മിഥിലാപുരിയുടെ മഹാരാജാവായ ജനകനും അദ്ദേഹത്തിന്റെ ഭാര്യ സുനൈനയുമാണ്. പക്ഷേ സീതാദേവിയെ ആ അമ്മ പ്രസവിച്ചതാണോ? അല്ല. മിഥിലാപുരിയിലെ ഒരു ഉഴവുചാലിൽ നിന്നും ജനക മഹാരാജാവിന് കിട്ടിയ ഭൂമിപുത്രിയാണ് സീത. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അവളെ സ്വന്തം മകളാക്കി വളർത്താൻ പ്രസവിച്ചു എന്ന ബന്ധം ആവശ്യമായിരുന്നു. ദത്തെടുത്ത അച്ഛനമ്മമാരുടെ മകളായി വളർന്ന സീതാദേവിയാണ് പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പരിണയിച്ച് ഈ ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ വിളക്കായത്. നമ്മൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന സീതാദേവിക്ക് പ്രസവിച്ചവളല്ല അമ്മ എന്ന നിഷേധം കേൾക്കേണ്ടി വന്നിട്ടില്ല. എങ്കിൽ എന്റെ മകൾ നിത്യയ്ക്കും അത് കേൾക്കേണ്ടി വരില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ചടങ്ങിൽ നിന്നും എന്റെ മകളെ മാറ്റി നിർത്താം. അതല്ല, അമ്മ എന്ന സ്ഥാനത്തിന്റെ പവിത്രതയാണ് മാനിക്കുന്നതെങ്കിൽ ദാ ഇവളെ ചേർത്ത് പിടിച്ച് ഞാൻ പറയാ, ഇവൾക്ക് അമ്മയുണ്ട്. അമ്മയുള്ള മകൾക്ക് ഇനി വിളക്കെടുക്കാവല്ലോ, അല്ലേ പ്രസിഡന്റ്? ഇതിനേക്കാൾ വിശദീകരിച്ച് ഇനി എന്താ പറയാനുള്ളത്? നളിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിന്നേ, കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഒരു പരിധി വരെ ആകാം. അതിനിടയിൽ വല്ലപ്പോഴുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. എങ്കിൽ പിന്നെ ചടങ്ങുകൾ നടക്കട്ടെ അല്ലേ? നീ ചെല്ല്, പോയി വിളക്കെടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.